ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ 2 ചെറിയ ബീട്രൂട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബീട്രൂട്ട് വെന്ത് വരാൻ വേണ്ടി കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ അളവ് കൂടി പോകരുത്, 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം. ഇനി കറിവേപ്പില ഒരെണ്ണം ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2 മുറിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അരയാൻ വേണ്ടി കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. നല്ല പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്നത് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ബീട്രൂട്ട് പച്ചടി എപ്പോഴും തയ്യാറാക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ വേവിച്ച പീസസ് അങ്ങനെ ഇട്ടിട്ട് തയ്യാറാക്കുന്നതിനേക്കാളും ഒന്നുകൂടെ നല്ലത് ഇതുപോലെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ബീട്രൂട്ട് വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതിൽ ബാക്കി കുറച്ച് വെള്ളം കൂടെ നമ്മൾ മിക്സിയിലൊന്നിട്ട് അടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ആ ബീട്രൂട്ട് പച്ചടിയുടെ കളറൊക്കെ ഇപ്പോൾ ചേഞ്ചായിട്ട് വരും. അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഒരു റെഡിഷ് കളറിലേക്ക് പിന്നെ അത് ചേഞ്ചായിട്ട് വരും. ബീട്രൂട്ടിൻ്റെ ആ കടും ചുവപ്പ് കളറൊന്ന് മാറിയിട്ട് ഇങ്ങനത്തെ ഒരു കളറിലേക്ക് അത് വരും. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴാണ് ഇനി നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് നല്ലോണം നാളികേരത്തിൻ്റെ ആ ഒരു അരപ്പ് ചേർത്തതിന് ശേഷം തിളപ്പിക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ് ചേർക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം പിന്നെ നമ്മളധികം തിളപ്പിക്കാൻ പാടില്ല. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ചേഞ്ചാക്കി ഇടുക. ചെറുതായിട്ട് തിളച്ച് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ട്. പക്ഷേ ഇങ്ങനെ ബീട്രൂട്ട് വെച്ച് പച്ചടി തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചു പോവും. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നത് വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിയിച്ചെടുക്കുക. അതിനുശേഷം നമുക്കത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പച്ചടിക്കൊക്കെ ചെയ്യാറുള്ളത് പോലെ കഷ്ണങ്ങൾ അങ്ങനെ തന്നെ വേവിച്ചിട്ട് നമ്മൾ പച്ചടിയിൽ ഇടുന്നതിനേക്കാളും അത് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൽ നമ്മൾ പച്ചടി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചു പോവും. വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു പച്ചടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഓണത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ട് ഇപ്രാവശ്യം നിങ്ങളെല്ലാവരും ഈ ഒരു പച്ചടി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇന്നും നമ്മുടെ ചാനലിൽ ഓണം റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അവിടെ നമ്മളതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഓണം പ്ലേലിസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലും മതി. ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ പുതുതായിട്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കളർഫുൾ ആയിട്ടുള്ള വ്യത്യസ്തമായ റെസിപ്പീസ് കിട്ടാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി എനേബിൾ ചെയ്തിടുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത ഓണം റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ ഉത്രാട ദിനാശംസകൾ നേരുന്നു. ബൈ ബൈ.